രാവിലെ തന്നെ ഞാനീ പോകുന്നത് കോഴിക്കോടേക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ അച്ഛൻ നടുവണ്ണൂർ ഇറക്കിത്തരാണ്. സോനൂട്ടൻ എന്തോ ഒരു ക്ലാസ് ചേർന്നുണ്ട്. അപ്പം ഇന്ന് ഓൻ്റെ കൂടെ ഞാനാണ് പോകുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ രണ്ടാളും കൂടെ ബസ്സിൽ കയറി ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ റൈഡിലൊക്കെ കയറിയ മാതിരി ആയിരുന്നു. കുലുങ്ങി കുലുങ്ങി ഒരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചുങ്കത്താണ് കേട്ടോ എൻ്റെ ക്ലാസ്. അപ്പോൾ അതാ അവിടെ ഇറങ്ങി അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അങ്ങനെ അതാ നേരെ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ഒന്ന് ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. അപ്പോൾ അതാ ഞാൻ സാമ്പാറും ചോറും ബിരിയാണി ആയിരുന്നു കേട്ടോ തിന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ കൂടെ എത്തിയപ്പോഴത്തേനും ഇതാ ജാനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സോനുവിൻ്റെ അനിയത്തി. ഞാൻ എൻ്റെ അടുത്ത കർട്ടനൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഞങ്ങൾ രണ്ടാളും കൂടെ അത് നേരെ ആ കോലുമേൽ കയറ്റിയിട്ട് ജനൽമേൽ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അങ്ങാടിയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങനെ ഒരാൾ തീയോണ്ട് എന്തൊക്കെയോ കളിക്കണേ. കുറേ ആൾക്കാർ ഇത് കാണാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരൊറ്റയ്ക്ക് തന്നെ അങ്ങനെ കളിക്കുകയാണ്. പിന്നെ അതാ രാത്രി കിടക്കാനുള്ളൊരു ടൈം ആകുമ്പോഴത്തേനും ജാനീൻ്റെ മൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വന്ന ജാനിയാണ്. ഇപ്പോൾ രാത്രി അമ്മ അച്ഛനും കൂടെ ഓളെ അമ്മച്ചൻ്റെ അവിടെ കൊണ്ടുവച്ചാക്കാണ് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.